നമസ്കാരം. തിരുവനന്തപുരത്തുകാർക്കൊക്കെ ഇന്നേറെ അഭിമാനം നൽകുന്ന സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. നാവികസേനാ ദിനാഘോഷം അനന്തപത്മനാഭന്റെ മണ്ണിൽ നടക്കുകയാണ്. രാഷ്ട്രത്തിന്റെ പ്രഥമ പൗര ദ്രൗപദി മുർമു ഈ ചടങ്ങിന് എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇന്ന് വൈകിട്ട് ഏകദേശം ഒരു 4 മണിയോടുകൂടിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുന്നത്. അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ, ഗതാഗത നിയന്ത്രണങ്ങളുണ്ട്, പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളുണ്ട്, വലിയ സുരക്ഷാ സന്നാഹങ്ങളാണുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. വൈകിട്ട് 4 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ എത്തുന്ന രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ ഗവർണറും മുഖ്യമന്ത്രിയും നാവികസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും അവിടെ എത്തും. അവിടെ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം ശംഖുമുഖത്തേക്ക് എത്തുന്ന രാഷ്ട്രപതി അവിടെ നാവികസേനയുടെ അഭ്യാസങ്ങൾ കാണും. 4:30 പടക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ അണിനിരക്കുന്ന അഭ്യാസ പ്രകടനങ്ങളാണ് നടക്കുക. മറ്റൊരു പ്രത്യേകത, പൊതുജനങ്ങൾക്ക് കൂടി ഈ പ്രകടനങ്ങളൊക്കെ കാണാൻ കഴിയും എന്ന തരത്തിലാണ് ഇവിടെ ഒരുക്കങ്ങൾ സജ്ജമായിരിക്കുന്നത്. അതിനുശേഷം 7:45 ലോക് ഭവനിലേക്ക്, ശ്രദ്ധിക്കുക, ലോക് ഭവനിലേക്ക് രാഷ്ട്രപതി എത്തുകയാണ്. രാജ്ഭവൻ ലോക് ഭവൻ ആയതിനു ശേഷം എത്തുന്ന ആദ്യത്തെ അതിഥിയാണ് ദ്രൗപദി മുർമു. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനത്തിന് ഇന്ന് ഏറെ പ്രത്യേകതയുണ്ട്. മറ്റൊന്ന്, നാളെ രാവിലെ 9:45 രാഷ്ട്രപതി ദില്ലിയിലേക്ക് തിരിക്കും. നാവികസേനാ ദിനാഘോഷത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇന്നലെ കഴിഞ്ഞ ദിവസം അഭ്യാസ പ്രകടനത്തിന്റെ ഫൈനൽ റിഹേഴ്സൽ നടന്നു. നിരവധി പേരാണ് ഇത്തരമൊരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അവിടെ എത്തിയത്. മുട്ടത്തറയിലാണ് ഉപകേന്ദ്രം വരുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഗതാഗത നിയന്ത്രണം, ഈ ഓപ്പറേഷൻ ഡെമോ എന്ന പേരിലാണ് നാവികസേന ഇന്നിപ്പോൾ ദൃശ്യവിസ്മയം ഒരുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ തന്നെ ഗതാഗത നിയന്ത്രണമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, KSRTC ബഡ്ജറ്റ് ടൂറിസം എന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടുന്നുള്ള അവസരം ഒരുക്കുന്നുണ്ട്. വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നവർ ആ റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഉണ്ട് എന്നുള്ളതിനാൽ തന്നെ യാത്രകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നാണ് പറയുന്നത്. വൈകുന്നേരം 4 മുതൽ 6 വരെ, ശ്രദ്ധിക്കുക, 4 മുതൽ 6:15 വരെ വിമാന സർവീസുകൾ നിർത്തിവെക്കും. ചാക്ക, കല്ലുമൂട്, സ്റ്റേഷൻ കടവ്, വലിയതുറ, കുമരിച്ചന്ത, മാധവപുരം ഈ ഭാഗങ്ങളിൽ നിന്നും ശംഖുമുഖം, വെട്ടുകാട് ഭാഗത്തേക്ക് പാസ് അനുവദിച്ചിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ലഭിക്കുക. പാസ് ഇല്ലാതെ വരുന്ന പൊതുജനങ്ങളുടെ വാഹനങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അവിടെ ആയിരിക്കണം ചെയ്യുന്നത്. അവിടെ നിന്ന് പ്രത്യേകം സജ്ജമാക്കിയ KSRTC ബസ്സുകളുണ്ട്. ബസ്സുകളിൽ നിങ്ങൾക്ക് ശംഖുമുഖത്തേക്ക് എത്താം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് ഒരുക്കിയിരിക്കുകയാണ്. ഈ നാവികസേനാ ദിനാഘോഷം ഒരു ആഘോഷമാക്കാൻ തന്നെ. അതുകൊണ്ട് വീട്ടിൽ ഇന്ന് നേരത്തെ ഈ നാവികസേനാ ദിനാഘോഷം കാണണമെന്നൊക്കെ താല്പര്യമുള്ളവർ ഈ നിർദ്ദേശങ്ങളൊക്കെ കണക്കിലെടുത്ത് അവിടേക്ക് പോവുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ എന്തായാലും കയ്യിൽ വെള്ളം കുടിക്കാൻ എടുക്കും, അത് സ്റ്റീൽ കുപ്പിയിൽ തന്നെ വേണമെന്നൊരു നിർദ്ദേശമുണ്ട്. പൊതുജനങ്ങൾ കുടയും അതുപോലെ തന്നെ സ്റ്റീൽ കുപ്പിയും കയ്യിൽ കരുതേണ്ടതാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാവികസേനാ ദിനാഘോഷം എല്ലാവരും ചേർന്ന് ആഘോഷമാക്കുമ്പോൾ ആ കാഴ്ചയുടെ വിസ്മയങ്ങൾ ആസ്വദിക്കാൻ നിങ്ങളും തയ്യാറെടുക്കുക.